ലോകത്തിലെ സംഭവങ്ങളൊക്കെയും ആലലിയ നമ്മളെ വിളിച്ചറിയിക്കുന്നത് ഒന്നാണ് നമ്മുടെ അരുമനാഥൻ്റെ വരവ് ഏറ്റവും വാതിക്കലായിരിക്കുന്നത്. And with all the things happening in the world, we know Jesus is at the door. ആലലിയ അതുകൊണ്ട് എപ്പോൾ ആലലിയ ഒരുക്കമുള്ളവരായിരിക്കാനാണ് ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് And the സംസാരിക്കുന്നത്. Spirit of God is speaking to us that be ready anytime. ആലലിയ ഇന്നത്തെ ആലലിയ സ്തോത്രം പകൽ സമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സന്തോഷത്തോടെ ആരാധിപ്പാൻ കടന്നു വരാൻ കർത്താവ് സഹായിച്ചു ഓർത്ത് സ്തോത്രം I ചെയ്യുന്നു. praise God that God enabled all of us to come together in His presence to worship Him in truth and spirit. കടന്നു വന്ന എല്ലാ ആലലിയ ദൈവമക്കൾക്കായി ദൈവത്തിന് ആലലിയ സ്തുതി കരയേറ്റുന്നു. I praise God for everyone who is here. ആമേ ഓരോ ദിനവും നമ്മുടെ ആലയിലെ ഭാരങ്ങളെ ചുമക്കുന്ന രക്ഷയായ ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. God is the one God loaded us with benefits and He is carrying our burdens every day. ആമേൻ സകലത്തിനും നീക്കിപ്പോക്കുകൾ ആലലിയം പ്രത്യേകിച്ച് മരണത്തിൽ നിന്നും രോഗത്തിൽ നിന്നും കഷ്ടതയിൽ നിന്നും വിടുവിക്കുന്ന ദൈവം ആലലിയ സ്തോത്രം നമ്മുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം ചെയ്യാം. God is here, so He provides us a way of escape from all the problems and death. ആലലി സങ്കീർത്തനക്കാരൻ ആലലി പറയുന്ന പോലെ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ഇന്ന് പകലിൽ നമുക്ക് ഉറക്കെ പറയാം. Let us speak loudly that His mercy, God is good and His mercy endure forever. ആമേൻ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ നമ്മുടെ വൈരിയുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചനെ സകല ജഡത്തിന് ആഹാരം കൊടുക്കുന്നവനെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. He remembered us in our lowly estate and He gives us food to every creature and His mercy endure forever. ആമേൻ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവർക്കും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്കും നേരോടെ നടക്കുന്നവർക്കും അവൻ ഒരു നന്മയും മുടക്കുകയില്ല. God will not withhold any good things from those who walk uprightly. ആമേൻ ഹല്ലേലൂയ. യോബിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ ദൈവം തന്നെയാണ് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. നിഷ്കളങ്കനും നേരുള്ളവനും ദോഷമിട്ടവനും ദൈവഭക്തനുമായ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് സാക്ഷ്യം ലഭിച്ചവനായിരുന്നു യോബ്. Job was a person who got the testimony witnessed by God that he was perfect, upright, he shuns evil and he fears God. ആമേൻ ആ ഭക്തന്റെ ഭവനത്തിന് നേരെയാണ് ഈശാനമൂലൻ എന്ന കാറ്റ് അടിച്ചത്. And we know that the wind and the storm, the Euroclydon, hallelujah, it hit his house. ആമേൻ നമ്മളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആലലിയ സ്വോത്രം അവരുടെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥ ആലലിയ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. And we know that the hand of the Lord was with Job, even in the midst of all kind of turmoil, I mean, lost all the hope. ആമേൻ ആലലിയ സ്വോത്ര ഭക്തൻ ദൈവത്തിന് വേണ്ടി നിന്ന മൂലം അവന് നഷ്ടപ്പെട്ടതല്ല ഇരട്ടിയായി അവനെ ലഭിക്കുവാൻ തക്കണ ഇടയായി. And this man of God, he received everything double, everything back double. He restored everything double, because he stood for God. ആമേൻ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെ നടുവിൽ ആലലിയ ആമേ തളരാതെ മുന്നേറുന്ന ആലലിയ സ്വോത്രം ആലലിയ തൻ്റെ മക്കൾക്ക് ആലലിയ ദൈവം അവരെ കയറും പിടിച്ച് നടത്തുമെന്നുള്ളതിന് സംശയമില്ല. There is no doubt that God will hold your hands in the midst of the problem if you steadfastly follow Jesus. ആമേൻ 107 സങ്കീർത്തനം 29-30 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം കൊടുങ്കാറ്റിനെ ശാസിച്ചുകൊണ്ട് തിലമാരകൾ അടങ്ങി അവിടെ ശാന്തത ഉണ്ടായിക്കൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് ദൈവം അവരെ എത്തിച്ചു എന്ന്. In Psalms 107, God says, hallelujah, God calmed the sea and He rebuked the wind and He brought the people to the desired haven. ആമേൻ ആലലി കാറ്റുകളും തിരമാലകളൊക്കെയും ആലലിയ ആമേൻ ദുഷ്ടനായവൻ ആലലിയ ഭവനങ്ങളുടെ ആമേൻ തലമുറയുടെയൊക്കെ ആലലി ജീവിതത്തിൽ ആലലിയ ചിലപ്പോൾ അടിക്കുവാൻ ഇടയായി. Yes, you can see the same storm can hit the children and families. ആമേൻ എന്നാൽ തളരാതെ വിശ്വാസത്തോടെ മുന്നേറുന്നെങ്കിൽ ആലലിയ കാറ്റുകളെയും കടലെയും ആമേൻ എല്ലാം ശാന്തമാക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. If you walk with Him with a steadfast faith, hallelujah, this God, He will rebuke the wind and calm the sea. ആമേൻ ഹല്ലേലൂയ. ഇന്നത്തെ ഹല്ലേലൂയ ചിന്തയ്ക്കായി ഹല്ലേലൂയ 91 സങ്കീർത്തനം 4 വാക്യം ഹല്ലേലൂയ നമുക്ക് വായിക്കാം. You can read Psalms 91 verse 4. He shall cover thee with His feathers, and under His wings shalt thou trust. His trust shall be thy shield and buckler. ഹല്ലേലൂയ. ദൈവത്തിന്റെ ചിറക് ഹല്ലേലൂയ തൂവലുകൾ അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലയും. He shall cover thee with His feathers, and under His wings shalt thou trust. His trust shall be thy shield and thy buckler. ഈ സങ്കീർത്തനം ആരെഴുതിയെന്ന് ഹല്ലേലൂയ ആമേൻ നമുക്ക് അവിടെ അതിന്റെ ഹെഡിങ്ങിൽ കൊടുത്തിട്ടില്ല. It is not written who wrote this Psalms. Since Psalm 91 is not written specifically on the heading. ഹല്ലേലൂയ മോശെ എഴുതിയെന്ന് ഹല്ലേലൂയ വേദപണ്ഡിതர்கள் ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നു. The scholars of the word of God says it could be Moses. ഹല്ലേലൂയ ചുരുക്കം ചില വേദപണ്ഡിതர்கள் പറയുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഹല്ലേലൂയ ആമേൻ ദാവീദിന്റെ ഹല്ലേലൂയ ആമേൻ ഒരു സങ്കീർത്തനമായിട്ടാണ് അവർ പറയുന്നത്. Some people say it's written by David. ആമേൻ ഹല്ലേലൂയ ആമേൻ അവിടെ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തനെങ്കിൽ പാർക്കുകയും ചെയ്യുന്നവൻ
വ്യക്തിയെക്കുറിച്ച് ആലലിയ പ്രതിപാദിച്ചുകൊണ്ടാണ് ഈ പ്രസ്താവനയിൽ ആലലിയ സ്വത്രം അനുയോജ്യമായി മോശ തന്നെയാണ് എഴുതിയതെന്ന് അവർ പ്രസ്താവിച്ചിരിക്കുന്നത്. They says it could be Moses because the way it starts with from the first verse that he that dwelleth in the secret place of the Most High shall abide under the shadow of the Almighty. ആലലിയൻ്റെ ഭാഷാ ശൈലി നോക്കി കഴിഞ്ഞാൽ ആലലിയ സ്വത്രം ദാവീദാണെന്ന് ആണ് ആലലിയ സ്വത്രം ഒരു കൂട്ടർ പറയുന്നത്. Some people says it could be David because if you go by the letters or the writings, the language is like Moses. David's language. ദാവീദ് പലപ്പോഴും ദാവീദിന്റെ സങ്കീർത്തനത്തിൽ ആലലിയ ഞാൻ എന്നെ എനിക്ക് എന്നീ പദം ഉപയോഗിക്കാതെ മറ്റുള്ളവരെ പറ്റി പറയുന്ന പോലെ നിനക്ക് അവനെ എന്ന പദമാണ് ദാവീദ് ഉപയോഗിക്കാറുള്ളത്. David doesn't mention the first degree. He always mentioned the third degree like a him and he and them. 103-ാം സങ്കീർത്തനത്തിൽ 3-ാം വാക്യം നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. And Psalms 103, God forgiveth all your sins and he healeth all your diseases. ആമേൻ. ദാവീദ് പറയണമെങ്കിൽ എൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു എൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്നാണ് പറയേണ്ടത്. David could have said that he healeth all my illness, he forgiveth all my sins. മറ്റൊരു സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കട്ടെ എന്ന്. Another Psalms it says Jehovah God let the king rejoice in your presence. ആമേൻ. രാജാവ് എന്ന് പറയുന്നത് ദാവീദാണ്. ദാവീദ് പറയണമെങ്കിൽ യഹോവേ ഞാൻ അടിയൻ നിന്റെ ബലത്തിൽ സന്തോഷിക്കട്ടെ എന്ന് പറയണം. David is talking about himself, but he could have said, hallelujah, me, the king, hallelujah, let me rejoice in your presence. ഹല്ലേലൂയന്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. Psalms 91:3 says, surely he shall deliver thee from the snare of the fowler and from the noisome pestilence. ആമേൻ. തുടർന്നുള്ള വാക്യങ്ങളൊക്കെ ഇതേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. It's the same kind of tense he's using a third person or second person in his psalms. അതുകൊണ്ടാണ് ചുരുക്കം ചിലർ പറയുന്നത് ദാവീദിന്റെ സങ്കീർത്തനമാണെന്ന്. That's why people say it could be David's psalms. ആമേൻ. 90-ാം സങ്കീർത്തനം ആലലിയ മോശ ആണ് എഴുതിയിരുന്നത്. അതിന്റെ തുടർ സങ്കീർത്തനമാണ് 91 ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നു. Psalms 90 is written by Moses, so because it is the next psalm to 90, so people say it could be written by Moses. ഈ സങ്കീർത്തനത്തിന് 1 മുതൽ 13 വരെ ആലലിയ സ്തോത്രം അത് എഴുതിയ ആളാണ് പാടിയിരിക്കുന്നത്. And Psalms the verses 91 verse 1 through 13, hallelujah, the same person who is writing this psalm is singing this psalm. ആലലിയ എന്നാൽ 14 തൊട്ടുള്ള വാക്യങ്ങൾ 16 വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആലലിയ ദൈവമായ കർത്താവാണ് ആലലിയ സ്തോത്രം ആ ഭാഗം പാടിയിരിക്കുന്നത്. But 14 through 17, verse 16 verses, we can see God is the one singing those portions. ആലലിയ സ്തോത്രം. അതുകൊണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവിടെ നമ്മൾ വായിച്ചു നോക്കിക്കഴിയാം ദൈവം പാടിയിരിക്കുന്നതാണ് ആലലിയ 14, 15, 16 വാക്യങ്ങൾ. God himself is singing verses 14, 15, 16. ആലലിയ ഇത് അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും. ഇത് പാടിയിരിക്കുന്നത് വിടുവിപ്പാൻ കഴിവുള്ള ദൈവമാണ്. And this is a God who is able to deliver us. He sang verse 14, he says, because he has set his love upon me, therefore I will deliver him. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്താൻ കഴിയുന്ന ദൈവമാണ് അത് പാടിയത്. I'll set him on high because he has known my name. This God is able to lift you up. അവനെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരമുള്ളും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിളിച്ചു വാർത്തപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവൻ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. He shall call upon me and I will answer him. I will be with him in trouble. I will deliver him and honor him. With long life I will satisfy him. I will show him my salvation. The God who is able to save you, the God who is able to deliver you, that same God is singing this portion. ആമേൻ. 150 സങ്കീർത്തനങ്ങളുള്ളതിൽ 91-ാം സങ്കീർത്തനത്തിൽ മാത്രം ആലലിയ പാടിയ വ്യക്തിയെ കൊണ്ട് പാടി അവസാനിപ്പിക്കാതെ ദൈവം പാട്ട് ഏറ്റെടുത്ത് പാടി അവസാനിപ്പിക്കുകയാണ്. And we can see there are 150 psalms and only in Psalms 91 God did not let David or Moses to complete that psalm, but God himself is singing the last 4 verses. ആമേൻ. അതിനുള്ള കാരണം 91-ാം സങ്കീർത്തനത്തിൽ ആലലിയ ആമേൻ 14, 15, 16 മുമ്പുള്ള വാക്യങ്ങൾ സങ്കീർത്തനക്കാരൻ ദൈവത്തെ നോക്കി വിശ്വാസത്തോടെ എന്ത് പ്രഖ്യാപിച്ചോ അതിനുള്ള മറുപടിയായിട്ടാണ് 14, 15, 16 വാക്യങ്ങൾ ആലലിയ ആമേൻ ദൈവം അവന് മറുപടി കൊടുക്കുന്നത്. God is answering hallelujah the prayers of the psalmist, hallelujah, which he was praying in 1 through 13 verses, and God hallelujah answering the prayer of the psalmist in 14, 15 and 16. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും. ആലലിയ നാശകരമായ മഹാമാരിയിൽ നിന്നും
ആമേൻ ദൈവം വിടുവിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Because he has set his love upon me, therefore I would deliver him. Our ceremony high, because he is not my name, because God says, I would deliver you from all the pestilences. ആമേൻ. അതിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ കണ്ണ് കണ്ടു തന്നെ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. Psalms 91:8 says, only with thine eyes shalt thou behold and see the reward of the wicked. ഹല്ലേലൂയ. ഭക്തനെ നോക്കിക്കൊണ്ട് ദൈവം കൊടുത്ത മറുപടിയാണ്. ആമേൻ 14-15 വാക്യങ്ങൾ, ഹല്ലേലൂയ 16 വാക്യങ്ങൾ പഴയ നിയമത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ നാം കാണുന്നത്. And we can see this is God is answering in verse 15 also. He shall call upon me and I will answer him. I will be with him in trouble. I will deliver him and honor him. And with long life I will satisfy him and I will show him my salvation. ആമേൻ. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവിടെ ചെങ്കൽ കടന്ന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ അതിനു മുമ്പായി തന്നെ ഹല്ലേലൂയ അവിടെ ചോരത്തെളിയൊക്കെയും കഴിച്ച് ഹല്ലേലൂയ അവർ മുന്നോട്ട് പോവുകയാണ്. And in Old Testament we can see Israel people, they passed through the Red Sea, they came out of the Red Sea, and now they use they apply the blood of the lamb on the doorpost, and hallelujah, after the Passover celebration, now they are going as with God according his commandment. ആമേൻ. നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ചെങ്കടലിന്റെ മുമ്പിൽ എത്തിയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവർ നോക്കിയപ്പോൾ അവരുടെ മുൻപേ പിന്നാലെ ഫറവോനും സൈന്യവും വരുന്നു. ഹല്ലേലൂയ. അവരുടെ മുൻപിൽ ചെങ്കടൽ, പിറകിൽ ഫറവോനും സൈന്യം, ഇരുവശം മലകളാണ് അവർ കാണുന്നത്. And you can see in Exodus 14 that God already took them out of their houses, and now they are encamped by the Red Sea, and while they look back they can see the Pharaoh is drawing nigh, and once they saw the Red Sea is in front of them, Pharaoh is behind them, and all kind of mountains, they are surrounded by the mountains, and they felt like they are trapped in the problem. ജനം നോക്കിയപ്പോൾ അവർക്ക് രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ല. And in the eyes of the people there is no way they can escape from this situation. ഉള്ളത്തിൽ വന്ന വർഷങ്ങൾ 400 വർഷങ്ങളോളം ഹല്ലേലൂയ സ്തോത്രം അവിടെ ഹല്ലേലൂയ ഫറവോന്റെ അടിമത്തത്തിലായിരുന്നു. വീണ്ടും ഈ സൈന്യം വന്ന് ഞങ്ങളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ള ചിന്ത ഹല്ലേലൂയ ജനത്തെ ഹല്ലേലൂയ സ്തോത്രം പിറുപിറുക്കുവാനും നിലവിളിക്കുവാനും കാരണമായി. Now they look back, and they so far of chasing them, and they had all the memories of the last 400 years that the same slavery they were in, and now they are crying and by looking back, and because they are thinking about how horrible that slavery was, and everything they are thinking about the memory of that slavery. ഹല്ലേലൂയ. നടുവിൽ മോശ നിന്ന് ജനത്തോട് പറയുകയാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 14-13-14 വാക്യങ്ങൾ വായിക്കാം. Exodus 14:13 and 14. And Moses said unto the people, fear ye not, stand still and see the salvation of the Lord, which he will show to you today. For the Egyptians whom you have seen today, you shall see them again no more forever. The Lord shall fight for you, and you shall hold your peace. ആമേൻ. അവിടെ ആദ്യം മോശ പറയുകയാണ് ഹല്ലേലൂയ ഭയപ്പെടരുത്, ജനത്തോട് പറയുകയാണ് ഉറച്ചു നിൽപ്പിൻ, യഹോവ ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേ എന്ന് പറയുമ്പോൾ ദൈവം തുടർന്ന് പറയുകയാണ്, ഇന്ന് നിങ്ങൾ കണ്ട മിസ്രയീമിനെ ഒരു നാളും കാണുകയില്ല. And God is speaking to Israel people, stand still and see the salvation of the Lord. The Egyptians you see today, you shall see them no more forever, and God shall fight for you, hallelujah, and you shall hold your peace. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. The Lord shall fight for you, and you shall hold your peace. അവൻ കഴിഞ്ഞ നീണ്ട വർഷക്കാലം 4 വർഷങ്ങൾ ഹല്ലേലൂയ തന്റെ ജനത്തെ പീഡിപ്പിച്ച മിസ്രയീമിനെ ഇനി ഒരു നാളും കാണാവണ്ണം ചെങ്കടൽ മുക്കിക്കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ രക്ഷയാ ജനത്തിന് ദൈവം കാണിച്ചു കൊടുത്തു. And God showed them the salvation, hallelujah, by drowning them under the same enemy, hallelujah, who had been afflicting them for last 400 years. Now they saw the Egyptians hallelujah dead, and hallelujah they saw their dead bodies by the seashore of the Red Sea. ആമേൻ. 90-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ വിടുവിക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ഒന്നാമത്തെ വാഗ്ദത്തമാണ്. In Psalm number 91 we can see, you shall he that set his love upon me, therefore I will deliver him. That's the first promise. ആമേൻ. ദൈവത്തോട് പറ്റിയിരിക്കുന്നവർക്കാണ് ദൈവം വിടുതൽ നൽകുന്നത്. If you set your love upon him, you will see the deliverance from God. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവിന്റെ ശിഷ്യന്മാരോട് അന്ത്യത്താഴത്തിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ യേശു സ്നേഹിച്ച അപ്പോസ്തലനോട് ഹല്ലേലൂയ ആമേൻ അപ്പോസ്തലനെ നോക്കിക്കഴിഞ്ഞാൽ യേശുവിന്റെ മാർബോട് ചേർന്നിരിക്കുന്ന ഒരു യോഹന്നാനെയാണ് നമ്മളിവിടെ കാണുന്നത്. We can see hallelujah John who loved hallelujah Jesus who loved John the most, and he sees we can see John is leaning against the bosom of Jesus. ആ സമയം യേശു ശിഷ്യഗണത്തോട് പറയാണ്, നിങ്ങൾ ഒരുവൻ ഹല്ലേലൂയ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. And Jesus spoke to them, one among you will betray me. ആമേൻ. നമ്മൾക്ക് അവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഹല്ലേലൂയ സ്തോത്രത്തോടെ
പത്രോസിന് അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഉടനെ ആ ചാടിക്കറി ആമേൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പത്രോസാണ്. പത്രോസിന് അവിടെ ചോദിക്കാൻ മടി തോന്നി. കാരണം ആലലിയ അത് പത്രോസാണെന്ന് ദൈവം പറഞ്ഞാൽ അവന് ആലലിയ നിൽക്കാൻ പോലും കഴിയുകയില്ല, Amen. ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. Peter always quick in answering Jesus, but this moment Peter was keeping quiet because Peter had a fear that what if it is me? ഈ ചോദ്യം ചോദിക്കുമ്പോൾ 12 ശിഷ്യരിൽ ആലലിയ യോഗ്യൻ യേശുവിന്റെ മാർവോട് ചേർന്ന ശിഷ്യനായ യോഹന്നാനാണെന്ന് എല്ലാവർക്കും അറിയാം. And everybody knows, hallelujah, John is the best. Hallelujah, because Jesus loved John the most. And John always leaning against the bosom of Jesus. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആലലിയ പത്രോസ് ഉടനെ ആംഗ്യം കാണിച്ചു യോഹന്നാനോട് ചോദിച്ചു. ആലലിയ ആരാണ് ചോദിപ്പാൻ ആലലിയ എന്ന് ആലലിയ യോഹന്നാനോട് ആംഗ്യം കാട്ടിച്ചു ചോദിച്ചു. Peter was showing sign language, hallelujah, and asking John to ask Jesus, tell me who it is. ആമേൻ. യോഹന്നാൻ യേശുവിനോട് ചോദിച്ചു. ഞാൻ ആലലിയ യേശു അപ്പോൾ മറുപടി പറയാണ്, അപ്പക്കണ്ണം മുക്കി കൊടുക്കുമ്പോൾ കൊടുക്കുന്നവൻ തന്നെ എന്ന് പറഞ്ഞു. And John asked Jesus, who is going to betray you? And Jesus said, the one who I am, dipping the bread in the gravy. ആലലിയ അടുത്ത ആലലിയ സ്വന്തം ദൈവത്തിന്റെ വാഗ്ദത്തം ആലലിയ അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. And Jesus said, because he knows my name, I will lift him up. കർത്താവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകതകൾ ധാരാളം തിരുവചനത്തിലുണ്ട്. എന്നാൽ ചിലത് മാത്രം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആലലിയ അനുഗ്രഹമായി തീരട്ടെ. There are a lot of blessings by knowing the name of Jesus, and let us think about some of those. ആമേൻ. കർത്താവിൻ്റെ നാമത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഈ നാമം രക്ഷിക്കുന്ന നാമമാണ്. And the name of Jesus will save you. ആലലിയ അപ്പോസ്തല പ്രവൃത്തി 4:12 കാണുന്നുണ്ട്, മറ്റൊരുത്തനിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ നാമവുമില്ല. In Acts chapter 4 verse 12 says that there is no other name under heaven on earth, which is given among the people, to save you. ആമേൻ. രക്ഷിക്കുന്ന നാമം യേശുക്രിസ്തുവിന്റെ നാമം The മാത്രമാണ്. name of Jesus Christ is the only name under heaven given among people which is going to save you. ആമേൻ. ഈ നാമത്തിന്റെ ആമേൻ രണ്ടാമത്തെ പ്രത്യേകത ആമേൻ സൗഖ്യദായക നാമമാണ് യേശുവിന്റെ നാമം. The other character of the name of Jesus is the healing nature. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 3:6 നമ്മൾ വായിക്കുന്നുണ്ട്. ആലലിയ പത്രോസിൻ ആലലിയ സ്വത്രം ആലലിയോട് പറയുന്നു, പത്രോസ് ആലലിയ വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നല്ല തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. The name of Jesus will heal you. That's we can see in Acts chapter 3:6. The Peter said, silver and gold I have none, but such as I give unto thee. In the name of Jesus Christ of Nazareth, rise up and walk. ഇന്ന് പകൽ ആലലിയ ആമേൻ സൗഖ്യമാക്കുന്ന നാമം ആലയ നമ്മുടെ മധ്യ വ്യാപരിക്കുന്നുണ്ട്. Today the name of Jesus, which is healing, is moving among us. ആമേൻ. ഈ നാമത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത ഇത് അഭിഷേകം ചെയ്യുന്ന നാമമാണ്. The other character of this name is that he will anoint you. ആമേൻ. ഉത്തമഗീതം 1:3 നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു എന്നവിടെ പറഞ്ഞിരിക്കുന്നു. Song of Solomon chapter 1 verse 3 says, your name is like a perfume, which will anoint you. അതുകൊണ്ട് കന്യമാർ നിന്നെ സ്നേഹിക്കുന്നു. So the virgins will love you. ആമേൻ. ആലലിയ ഇത് ആ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു പ്രവചനത്തിന്റെ ആലലിയ നിവർത്തിയാണ്. അപ്പോസ്തല പ്രവൃത്തി 2:33 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. This is the fulfillment of one prophecy about Jesus Christ in Acts chapter 2:33. യേശുക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ആരോഹണം ചെയ്ത പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി പകർന്നു തന്നു. Jesus Christ, who after death and buried and resurrected, he is sitting at the right hand of the Father, and he will give you the promise of the Father, that is the Holy Ghost, and he has given you the promise, and what you are seeing and what you are seeing and hearing, that is from the Holy Spirit. That's the promise which is given by Jesus Christ. ആമേൻ. യേശുക്രിസ്തു അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു ആലലിയ ആമേൻ ആലലിയ നിങ്ങൾക്ക് പ്രയോജനം പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വരികയില്ല. Jesus said, it is profitable for you that I go, except I go, the comforter will not come to you, the promise of God will not come to you. ആമേൻ. കർത്താവ് യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിങ്കൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങി ആലലിയ നമ്മൾക്ക് പകർന്നു തരുവാൻ തക്കനിടയായി തീർന്നു. Jesus Christ, after resurrection, he received the Holy Ghost from his Father, and he gave to you and me. ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമം അഭിഷേകം ചെയ്യുന്ന നാമമാണ്. The name of Jesus Christ will anoint you. ആ നാമത്തിന്റെ ആലലിയ പ്രത്യേകത എല്ലാ നാമത്തിലും മേലായ നാമമാണ്. And this name is the name above every name. ആമേൻ. ഫിലിപ്പിയൻസ് 2:8, 9, 10 വാക്യങ്ങൾ വായിക്കാം. Philippians 2. 8, 9, 10.
ആമേനാൽ തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. And being found in fashion as a man, he humbled himself and became obedient unto death, even the death of the cross. അതുകൊണ്ട് ദൈവം യേശുക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. Wherefore God also has highly exalted him and given him a name which is above every name, that at the name of Jesus every knee should bow, of things in heaven and things in earth and things under the earth, and that every tongue should confess that Jesus Christ is Lord, for the glory of the Father. ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിന് മേലായ ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമം എല്ലാ നാമത്തിന് മേലായ നാമമാണ്. Jesus' name is the name above every name. ഈ നാമമാണ് നമ്മെ ഉയർത്തിയത്. This name exalted us. ആമേൻ. ഈ നാമത്തിന്റെ അഞ്ചാമത്തെ പ്രത്യേകത ഇവിടെ നമ്മോട് കൂടെ ഇരിക്കുന്ന നാമമാണ്. The fifth quality of this name of Jesus is that this name will be with us always. ആമേൻ. അതിന് അനുസരണമായി മാത്യു ചാപ്റ്റർ 1:22 വായിക്കാം. Matthew 1:22. ആമേൻ. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. Behold, a virgin shall be with the child and shall bring forth a son, and they shall call his name Emmanuel, which being interpreted is God with us. ആമേൻ. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്റെ ശിഷ്യഗണത്തോട് പറയുകയുണ്ടായി, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന്. Jesus Christ, just before his ascension to heaven, he spoke to disciples that I'll be with you till the end of the world. ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ആറാമത്തെ പ്രത്യേകത നമുക്ക് വിശദീകരണവും നീതീകരണവും തരുന്നതാണ് യേശുക്രിസ്തുവിന്റെ നാമം. The sixth qualification of this name is that he will sanctify us and he will make us holy. ആമേൻ. 1 Corinthians 6:9, 10, 11 somebody can read. 1 Corinthians 6:9, 10, 11. ആമേൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഇതുപോലുള്ള ജീവിതം നയിക്കുന്നവർ ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ലെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. It is written that in 1 Corinthians chapter 6 verse 9 through 11, such people know not that the unrighteous shall not inherit the kingdom of God. Be not deceived, neither fornicators, nor idolaters, nor adulterers, nor effeminate, nor abusers of themselves with mankind, nor thieves, nor covetous, nor drunkards, nor revilers, nor extortioners shall inherit the kingdom of God. ഈ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ് രക്ഷിക്കപ്പെട്ട ദൈവത്തെ പിൻപറ്റിയിരിക്കുന്ന ആ ജനത്തോടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളിൽ ചിലരും ഈ വാക്കാരായിരുന്നു. And such were some of you, but you are washed, but you are sanctified, and but you are justified in the name of the Lord Jesus and by the Spirit of our God. ആമേനാൽ എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങൾ തന്നെ കഴുകലും ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. Yes, once you were in the list, you were doing all these kind of sins, but now, hallelujah, you are washed and sanctified, but you are justified in the name of the Lord Jesus and by the Spirit of God. ആമേൻ. നാം നീതീകരണവും ശുദ്ധീകരണവും പ്രാപിച്ചിരിക്കുന്നത് ആ യേശുക്രിസ്തുവിന്റെ നാമത്താലാണ്. We are sanctified and justified by the name of Jesus. ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ഏഴാമത്തെ പ്രത്യേകത അപമാനം സഹിപ്പാൻ നമ്മളെ യോഗ്യരാക്കുന്ന നാമം. The seventh qualification of the name of Jesus is that God will make us worthy to suffer with him. Hallelujah. Acts chapter 5:41. Acts 5:41. ആമേൻ. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായവിധി സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. And they departed from the presence of the council, rejoicing that they were counted worthy to suffer shame for his name. ആമേൻ. ദൈവത്തിന്റെ നാമം ആരെല്ലാം സ്വീകരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഈ ലോകത്തിൽ അപമാനവും കഷ്ടതയും ഉണ്ടാകുമെന്ന് മറന്നു പോകരുത്. Don't forget that once you carry this name, yes, you will have afflictions and problems and tribulations and persecutions in this world. അങ്ങനെയുള്ളവർക്ക് ഹല്ലേലൂയ നിത്യതയിലുള്ള ഹല്ലേലൂയ ദൈവത്തിന്റെ നിന്നുള്ള ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹങ്ങൾ നന്മകൾ ഹല്ലേലൂയ സ്തോത്രം പ്രാപിക്കുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. And but Paul says, yes, you will be rewarded for all this and in heaven. ആമേൻ.
ആമേൻ. മത്തായിയുടെ സുവിശേഷം 10:22 ആലലിയ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പയക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നത് രക്ഷിക്കപ്പെടുമെന്നാണ്. Matthew 10:22 says, but I say unto you, it shall be more tolerable. No, 10:22. And you shall be hated of all men for my name's sake, but he that endureth to the end shall be saved. ആമേൻ. പഴയ നിയമത്തിൽ നോക്കി കഴിഞ്ഞാൽ മോശയുടെ ആലലിയ അമ്മേൻ ആലലിയ ഒരു തെരഞ്ഞെടുപ്പ് ആലലിയ അവൻ്റെ മുന്നിൽ കടന്നു വന്നപ്പോൾ ആലലിയ സ്വതന്ത്രം മോശ പറയുക, മോശയെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാളും പാപത്തിന്റെ തൽക്കാല ബോധത്തെക്കാളും ദൈവത്തോട് കഷ്ടം അനുഭവിക്കുന്നത് താൻ തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. And Moses, by looking at the reward in heaven, hallelujah, Moses had the ability to choose the royal life, but he forsook all the royal life and even forsook to be called as the son of Pharaoh's daughter. Hallelujah. But more than the hallelujah treasures of Egypt, he has chosen hallelujah the reproaches of Christ with his people. ആ ഭക്തൻ hallelujah സ്വതന്ത്രം ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുവാൻ ഇടയായി തീർന്നു. The treasure, hallelujah, he counted as the reproaches of Christ with his people. He counted as a great treasure in heaven. ഈ നാമം നമ്മെ ഉയർത്തുന്ന നാമമാണ്. This name will lift you up. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനത്തിൽ പറഞ്ഞു, എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. Psalms 91 says, because I will lift him up because he has known my name. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. He will call upon me and I will answer him. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. And I will be with him in trouble. ആലലിയ നമുക്ക് സമ്പത്തുള്ളപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ ധാരാളം കൂട്ടുകാരും ആലലിയ സ്വന്തക്കാരും ഒക്കെയും കാണും. You will be surrounded by all the friends and people once you have enough riches and health and wealth and everything. എന്നാൽ ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ആലലിയ കപട വേഷങ്ങളും ആലലിയ ലോകസ്നേഹവും എല്ലാം പോയി മറയുവാൻ ഇടയായി തീർന്നു. But the people who leave you, hallelujah, all the hypocrites will leave you once you are in trouble, once you lost everything. എന്നാൽ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി യോഹന്നാൻ 13:1 പറഞ്ഞിരിക്കുന്നത്, ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം യേശു സ്നേഹിച്ചെന്നാണ് ആമേ പറഞ്ഞിരിക്കുന്നത്. John 13:1 says, now before the feast of the Passover, when Jesus knew that his hour has come that he should depart out of this world unto the Father, having loved his own which were in the world, he loved them unto the end. ആമേനാൽ ദൈവത്തിന്റെ സ്നേഹം നിലനിൽക്കുന്ന സ്നേഹമാണ്. Hallelujah. It is an everlasting love, the love of Jesus Christ. ആമേൻ. നമുക്ക് പണവും ആരോഗ്യമുള്ളപ്പോൾ പലരും നമ്മളെ സ്നേഹിക്കാൻ കാണും. There may be a lot of people surrounding you. Hallelujah. They love you. Hallelujah. Once you have money and health. ഹല്ലേലൂയ. അവിടെ നമ്മുടെ സന്തോഷ ദുഃഖ വേളകൾ എല്ലാ സമയങ്ങളും നമ്മളെ സ്നേഹിക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ദാതാവായ യേശുക്രിസ്തു മാത്രമാണ്. But hallelujah, the God is the only one will be with you once you are in trouble and once you have lost everything. ആമേൻ. ദൈവം തന്നിരിക്കുന്ന അടുത്ത വാഗ്ദത്തം, ഞാൻ അവനെ വിളിച്ചു മഹത്വപ്പെടുത്തും. And God says, I will deliver you and I will glorify my name. ആമേൻ. ദൈവത്തിന്റെ നാമം നമ്മൾ മഹത്വം എടുക്കണമെങ്കിൽ നാം വലിയ വില കൊടുക്കേണ്ടി വരും. And you have to pay a price, hallelujah, to glorify God in your life. ആമേൻ. ലാസറിനെ പറ്റി നോക്കി കഴിഞ്ഞാൽ ആമേൻ ദീനമായവൻ കിടക്കുന്ന വിവരം സഹോദരിമാർ കർത്താവിനെ അറിയിക്കാൻ ഇടയായി തീർന്നു. And once you think about Lazarus, once he was sick, hallelujah, Martha and Mary sent people to Jesus saying, the beloved one is sick. ആമേൻ. കർത്താവ് വളരെ സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നത്. God loved this family so much. എന്നാൽ കർത്താവ് കൊടുത്ത മറുപടി ഈ ദിനം അവന്റെ മരണത്തിനായിട്ടല്ല, അവൻ ദൈവത്തിന്റെ നാമം അതിൽ കൂടി മഹത്വപ്പെടുവാനായിട്ടാണെന്നാണ് അവരോട് മറുപടി പറഞ്ഞത്. And when Jesus heard that, he said, this sickness is not unto death, but for the glory of God, that the Son of God might be glorified. ആമേൻ. ലാസർ ദീനമായി കിടന്നപ്പോഴും ആമേൻ അവൻ മരിച്ചപ്പോഴൊന്നും യേശു ഭവനത്തിൽ വന്നില്ല. Jesus did not come when Lazarus was sick or when the sickness got worse. ആമേൻ. 4-ാം ദിവസമാണ് ഭവനത്തിൽ യേശു ആമേൻ കടന്നു വന്ന് അപ്പോഴേക്കും കല്ലറയിൽ വെച്ചിരുന്ന നാറ്റം ഉണ്ടായിക്കൊണ്ടിരുന്നു. Jesus only came to the tomb after Lazarus has been in the tomb for 4 days after his death. കല്ലറവാതിക്കൽ നിന്ന് യേശു മറിയോട് ചേർന്ന് കരയുവാൻ ഇടയായി തീർന്നു. And Jesus wept once he saw Mary and all the Jewish people were crying. ആമേൻ. യേശുവോടെ ഉറക്കെ വിളിക്കുകയാണ്, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു. And Jesus called Lazarus loudly with a loud voice, Lazarus, come out. ആമേൻ. ലാസർ ജീവനുള്ളവനായി പുറത്തു വരുവാൻ ഇടയായി തീർന്നു. And Lazarus came out as a living person. ആമേൻ. അവിടെ ബെഥാനിയയിലും അതുപോലെ അയൽ പ്രദേശങ്ങളിലെല്ലാം അത്ഭുതം ആമേൻ അവിടെയുള്ള
അയൽ രാജ്യങ്ങളെല്ലാം അറിയാനെടുത്തുകൊണ്ട് ഇടയായി. And the people in Bethany and all the neighboring cities, they all heard about the miracle which was done by Jesus. ആമേൻ. അവിടെ എല്ലാം ദൈവത്തിന്റെ നാമം മഹത്വം കൊടുക്കാൻ നിൽക്കണം. ഈ ഒരു സംഭവം കാരണമായി തീർന്നു. And because of this incident, God's name was glorified throughout all the states or cities. എന്നാൽ മാർത്തയുടെയും മറിയുടെയും ജീവിതം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവരുടെ അയൽവക്കങ്ങളുള്ളവരുടെ നിന്ദയും പരിഹാസങ്ങളും വലിയതായിരുന്നു. ഒരു വലിയ വില തന്നെ അവർ കൊടുക്കേണ്ടി വന്നു. And once you look at Martha and Mary, they paid a great price because they went through reproaches and mockings and teasings from the neighboring people. എവിടെ ദൈവികമായ വിടുതൽ സംഭവിച്ചോ അവിടെ എല്ലാം ആ ദൈവത്തിന് നാം മഹത്വം കൊടുക്കാൻ കാരണമായി തീരും. Whenever God delivers whenever there is a deliverance happening, God's name will be glorified. ദൈവവാഗ്ദത്തമായാണ് ദീർഘായുസ്സ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. God's promise is like that. I'll give him long life. ആമേൻ. ഏഴാമത്തെ വാഗ്ദത്തമാണ് ദൈവം തന്റെ ഭക്തന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം, എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. The next promise is that I will show him my salvation. ആമേൻ. 90 സങ്കീർത്തനത്തിൽ തുടർന്ന് ചിന്തിക്കുന്നത് അതിന്റെ 4-ാം വാക്യമാണ്. Psalms 91:4 says, He shall cover thee with his feathers, and under his wings shalt thou trust. His truth shall be thy shield and thy buckler. ആമേൻ. ദൈവത്തിന്റെ ചിറകിലുള്ള അനുഗ്രഹത്തെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. This verse is talking about the blessings under his wings. ആമേൻ. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം He പ്രാപിക്കും. shall cover thee with his feathers, and under his wings shalt thou trust. ദൈവത്തിന്റെ ചിറക് തന്റെ ഭക്തന്മാർക്കുള്ള ശരണത്തിന്റെ ചിറകാണ്. And this is the wings, feathers of trust. ആമേൻ. ഈ വിഭാഗത്ത് തന്നെയല്ല ദൈവത്തിന്റെ വചനത്തിൽ പലയിടത്തും നാം വായിക്കുന്നുണ്ട് ദൈവത്തിന്റെ ചിറക് ശരണത്തിന്റെ ചിറകാണെന്ന്. And we can see many places in the Bible that the wings of Jesus Christ is the wings of trust. ആമേൻ. Psalm 36:7 ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത്, മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൽ ശരണം പ്രാപിക്കും എന്നവിടെ പറഞ്ഞിരിക്കുന്നു. Psalms 36:6 says 36:7 How excellent is thy loving kindness, O God, therefore the children of men put their trust under the shadow of thy wings. ആമേൻ. അടുത്തത് Psalm 57:1 Psalms 57:1 Be merciful unto me, O God, be merciful unto me, for my soul trusteth in thee. Yea, in the shadow of thy wings I will make my refuge until these calamities be overpassed. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞുപോളും ഞാൻ നിന്റെ ചിറകിൽ നിഴലിൽ ശരണം പ്രാപിക്കും എന്നാണ് I will trust under thy wings till all the calamities will pass away. ആമേൻ. Psalm 61:4 പറയും ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചിറകിൻ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കും. Psalm 61:4 says, I will abide in thy tabernacle forever. I will trust in the covert of thy wings. ആമേൻ. ഇവിടെ എല്ലാം നാം വായിക്കുന്ന ദൈവത്തിന്റെ ചിറക് എന്ന് പറയുന്നത് ശരണത്തിന്റെ ചിറകാണ്. All these places we can see the wings of Jesus Christ is the wings of trust. ആമേൻ. ഈ ശരണം എന്നുള്ള വാക്ക് പഴയ നിയമത്തിലെ ഒരു സംഭവത്തോട് അനുബന്ധിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. And the psalmist is using this word trust, from an incident happened in the Old Testament. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം മോശയോട് കൽപ്പിച്ചു, നിങ്ങൾ കനാൻ ദേശത്ത് ചെല്ലുമ്പോൾ 6 പട്ടണങ്ങൾ സങ്കേത പട്ടണങ്ങളായി വേർതിരിക്കണം. And God spoke to Joshua that once you go to land of Canaan, there are 6 cities you can use as the cities of refuge. ആമേൻ. അവിടെ അവിടെ ഒരുവൻ അബദ്ധവശാൽ മറ്റൊരുവനെ കൊന്നാൽ മരിച്ചവന്റെ ബന്ധുക്കൾ രക്തപ്രതികാരന്മാർ ഇവനെ കൊല്ലാതിരിക്കുവാൻ ഓടി രക്ഷപ്പെടുവാനാണ് ഈ സങ്കേത പട്ടണങ്ങൾ. If somebody is killing one person by accident, the relatives of the person who got murdered, those people can attack this murderer. So, for the refuge, as a refuge, this murderer can run into a city. It is called a city of refuge. ഈ പഴയ നിയമത്തിലെ 6 സങ്കേത പട്ടണങ്ങളും പുതിയ നിയമത്തിലെ ഏക സങ്കേത സങ്കേതമായ യേശു ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. All the 6 city of refuges in the Old Testament is pointing towards one man in New Testament, that is Jesus Christ, who is our refuge. എന്നോടുള്ള ബന്ധത്തിൽ ഹെബ്രൂ 6:18 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ മുൻപിൽ പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങൾ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാൻ ഇടവരുന്നു. In Hebrews chapter 6 verse 18, it says that by 2 immutable things in which it was impossible for God to lie, we might have a strong consolation who have fled for refuge to lay hold upon the hope set before us, which Amen. hope we have as an anchor of the soul, was sure and steadfast, and which entereth into that within the veil.
രക്തപ്രതികാരനായ പിശാചിന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ നാം ശരണത്തിനായി ഓടി വന്നത് ഈ പുതിയ നിയമത്തിലെ ഏക സങ്കേതമായ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്കാണ്. And for the enemy and the devil, hallelujah, once chasing us, hallelujah, because we are sinners, hallelujah, we can run to a city of refuge. Hallelujah, that is the one city, one person, that is Jesus Christ. സ്വതന്ത്രം പഴയ നിയമത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സങ്കേത പട്ടണത്തിൽ കൊല ചെയ്ത വ്യക്തി വന്നു കഴിഞ്ഞാൽ അവന്റെ തെറ്റുകൾ മൂപ്പന്മാരോട് ഏറ്റു പറയണം. And if a person kills somebody, hallelujah, he has to confess his sins to the elder, hallelujah, before the revenger will come and kill this man. അബദ്ധവശാൽ കൊല നടന്നതെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കൊല ചെയ്തവൻ അന്നത്തെ മഹാപുരോഹിതൻ മരിക്കുന്നവരെ ആ സങ്കേത പട്ടണത്തിൽ താമസിക്കണമെന്നാണ് വ്യവസ്ഥ. And this guy, he has to dwell in that city of refuge till the death of that elder or the chief priest. അതിനു മുമ്പ് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ രക്തപ്രതികാരന്മാർക്ക് അവരെ കൊല്ലുവാൻ തക്കണ അവകാശമുണ്ട്. And the avenger can kill this person, hallelujah, if he come out of the city before time. എന്നാൽ പുതിയ നിയമത്തിലെ സങ്കേതമായ ക്രിസ്തു എന്ന മഹാപുരോഹിതന് മരണമില്ലാത്തതുകൊണ്ട് നമ്മുടെ മരണം വരെ ഞാനും നിങ്ങളും അഭയം തേടിയ ക്രിസ്തു എന്ന സങ്കേത പട്ടണത്തിൽ പാർക്കണം. But hallelujah, in the New Testament, the person who is our refuge, that is Jesus Christ, is eternal. He will never die. So till our death, we can sit in we can dwell in the presence of this Jesus Christ. അതിനു മുമ്പ് നമ്മൾ വെളിയിറങ്ങി പിന്മാറിപ്പോയി കഴിഞ്ഞാൽ രക്തപ്രതികാരനായ പിശാച് നമ്മളെ തകർത്തുകളയുമെന്നുള്ളത് നാം മറന്നു പോകരുത്. If you come out of the presence of Jesus Christ, hallelujah, the avenger, that is the devil, can kill you. Hallelujah, there is no doubt about it. ഇതിനോടനുബന്ധിച്ച് ഉത്തമഗീതത്തിൽ ഒരു വാക്യമുണ്ട്, പാറയുടെ വിടർപ്പിലിരിക്കുന്ന എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. In Song of Solomon there is a verse, hallelujah, my beloved who is sitting in the cleft of the rock, hallelujah, let me see your face, hallelujah, your face is beautiful and your hallelujah voice is hallelujah calmly for me. ഇണപ്രാവ് എന്ന് വിളിക്കുന്ന വരെ ഈ കുറുപ്രാവ് പാറയുടെ വിളപ്പിൽ മറിഞ്ഞിരിക്കണം. And this dove, hallelujah, she has to sit in the secret places, that is the cleft of the rock. Hallelujah, it says, oh my dove that are in the clefts of the rock, in the secret places of the stairs, let me see thy countenance, let me hear thy voice, for sweet is thy voice and thy countenance is calmly. If this dove come out of the cleft of the rock, hallelujah, this ravens will destroy them. പിളർക്കപ്പെട്ട പാറയെ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്ന അടത്തോളം കാലം ഇരുട്ടിന്റെ ഒരു ശക്തിക്ക് നമ്മളെ തകർക്കാൻ കഴിയും. Jesus Christ is the rock that is cleft. As long as you are sitting in the cleft of the rock of Jesus Christ, no devil can touch you. നമ്മുടെ മണവാളനായ ക്രിസ്തു മധ്യാകാശത്തിൽ നമ്മൾ വിളിക്കുന്നവരെ ആ പിളർക്കപ്പെട്ട പാറയാകുന്ന ക്രിസ്തുവിൽ ഞാനും നിങ്ങളും മറിഞ്ഞിരിക്കണം. We have to be hidden, hallelujah, in the cleft of the rock of Jesus Christ till the bridegroom Jesus Christ to show up, hallelujah, in the mid sky and calling us. ദൈവത്തിന്റെ ചിറക് ശരണത്തിന്റെ ചിറകാണ്. And hallelujah, the presence of God is the hallelujah, the wings of the trust. രൂത്തിനെ കണ്ടപ്പോൾ ബോസ് പറയുന്ന വാക്കുകളാണ്. രൂത്ത് 2:12 ആർക്കെങ്കിലും വായിക്കാം. Book of Ruth chapter 2 verse 12. You said 2:12 or 3:12? 2:12. The Lord recompense thy work, and a full reward be given thee of the Lord God of Israel, under whose wings thou art come to trust. രൂത്തിനെ കണ്ടപ്പോൾ ബോസ് പറയുന്ന വാക്കുകളാണ് നമ്മളോട് വായിച്ചത്. And this is the words of Boaz when he saw Ruth. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ചിറകിൽ ആശ്രയിച്ചു വന്ന നിനക്ക് ദൈവം പൂർണ്ണ പ്രതിഫലം തരട്ടെ. Because you trusted the wings of God Almighty, and let God reward you and recompense you. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, ആമേൻ, മോവാബിയ സ്ത്രീയായ ആമേൻ രൂത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ചിറകിൽ ആശ്രയിച്ചുകൊണ്ട് ആമേൻ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ പേര് വരുവാൻ തക്കനിടയായി തീർന്നു. This Ruth, being a Moabitess woman, hallelujah, she is following, she is trusting under the wings of the Lord God Almighty. Hallelujah, she ended up in the genealogy of Jesus Christ. ജെറമ്യാ 17:7 വായിക്കുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Jeremiah 17:7 says, the one who trusts in the Lord Jesus Christ, and the one, he is the only trust, and that person is a blessed man. ആമേൻ. യഹോവയുടെ ദൈവത്തിന്റെ ചിറകിൽ ആശ്രയിക്കുന്നവർക്ക് മൂന്നാമത്തെ അനുഗ്രഹമാണ് Psalm 63:7 നമ്മൾ വായിക്കുന്നത്. Psalm 63:7, it is written about the wings of God again. നീ
നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ, നിന്റെ ചിറകിനുള്ളിൽ ഞാൻ ഘോഷിച്ച് You are my help, and I rejoice under the wings of Jesus Christ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ശൗലുമായിട്ടുള്ള യുദ്ധമൊക്കെ നടന്ന ഹല്ലേലൂയ ഫലസ്തീനുമായിട്ട് യുദ്ധത്തിൽ ഹല്ലേലൂയ അവർ പട്ടകം പിടിക്കപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവസാനം ഹല്ലേലൂയ പട്ടകം ഹല്ലേലൂയ അബീനാദാബിന്റെ ഹല്ലേലൂയ സ്തോത്രം അവിടെ കുന്നിന്മേലുള്ള ഭവനത്തിൽ വെക്കുവാൻ ഇടയായി തീർന്നു. We know that the Ark of the Covenant was taken by the Philistines, hallelujah, in the war, and they put. It was in the land of the Philistines for a few months. Then hallelujah, they took the ark to the hallelujah house of Abinadab, hallelujah, whose house was on the hill. ആമേൻ. എന്നാൽ ഹല്ലേലൂയ ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവരാൻ ദാവീദും കൂട്ടരും ഹല്ലേലൂയ അവിടെ പോകുന്നതായിട്ടുണ്ട് കാണുന്നുണ്ട്. അവർ വ്യവസ്ഥ പ്രകാരമല്ല ഹല്ലേലൂയ പെട്ടകം കൊണ്ടുവരാൻ കടന്നുപോയത്. We know that when after David became the king, David wanted to bring the Ark of the Covenant, hallelujah, to the temple of the Lord, but hallelujah, he did not bring the temple according to the law of God. ആമേൻ. അവർ കാളവണ്ടിയിൽ പെട്ടകം എടുത്തു വെക്കാൻ ഇടയായി തീർന്നു. And they put the ark on the ox cart, hallelujah, which was made new. നാഗോന്റെ കാളത്തെങ്കിൽ വന്നപ്പോൾ ഹല്ലേലൂയ കാള വിരളുവാൻ ഇടയായി തീർന്നു. ഉസാവിനെ പിടിക്കുകയും ഹല്ലേലൂയ സ്തോത്രം അവൻ അവിടെ വെച്ച് ആ പട്ടുപോകാൻ ഇടയായി തീർന്നു. And when they came to Nikon's threshing floor, Uzzah put forth his hand to the ark of God and took hold of it, for the oxen shook it. And the anger of the Lord was kindled against Uzzah, and God smote him therefore his error, and there he died by the ark of God. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. And David was displeased because the Lord has made a breach upon Uzzah, and he called the name of the place Perez Uzzah to this day. And David was afraid of the Lord that day, and he said, how shall the ark of the Lord come to me? പെട്ടകം അടുത്തുള്ള ഹല്ലേലൂയ ഇസ്രായേലിന് അല്ലാത്ത ഒബേദോദോമിന്റെ ഭവനത്തിൽ ഹല്ലേലൂയ ആമേൻ വെച്ചെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. And they put the ark of the Lord in the house of Obed Edom, hallelujah, for 3 months. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ സ്വന്തം അതുമൂലം ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചതായിട്ട് ഹല്ലേലൂയ ദാവീദും കൂട്ടരും അറിയാനിടയായി. And David came to know that hallelujah, that the Lord blessed Obed Edom and his household. ആമേൻ. ഇത് അറിഞ്ഞ് ഹല്ലേലൂയ വ്യവസ്ഥ പ്രകാരം പുരോഹിതമായി ഹല്ലേലൂയ പഴയ നിയമത്തിൽ പറഞ്ഞ പ്രമാണ പ്രകാരം ഹല്ലേലൂയ പഞ്ഞുനൂലം ധരിച്ച് ദൈവത്തെ ആരാധിച്ച് പെട്ടകം ദാവീദിന്റെ നേരത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ ഇടയായി. And now David understood that hallelujah, the priest has to carry hallelujah the ark of the covenant, hallelujah. So he appointed some priest, hallelujah, who was wearing ephod, and those priests were carrying the ark of the covenant, and they brought in the city of David. ആമേൻ. അനേകർക്ക് ഈ പട്ടണം ഹല്ലേലൂയ വേണ്ടാതിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മൾക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ സ്തോത്രം ഈ പട്ടണം സ്വീകരിക്കാൻ ദൈവം ഭാഗ്യം തന്നു ഓർത്ത് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് സ്തോത്രം ചെയ്യാം. Let us praise God that he enabled us to hallelujah be in the presence of the Lord by carrying the presence of God like that, the ark of the covenant, hallelujah. And so God enabled us, even he made us worthy to carry the ark of the covenant. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ തലമുറകളൊക്കെയും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായത്. That's why God helped us to us and our children to be blessed in the presence of the Lord. ആമേൻ. ദാവീദിനെ നോക്കി കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം ഒരു ആട്ടിടയനായി ഹല്ലേലൂയ വനാന്തരത്തിൽ കഴിഞ്ഞ ഇടയച്ചെറുക്കനെ ഇസ്രായേലിന്റെ രാജസ്ഥാനത്തേക്ക് ഉയർത്താൻ കാരണം ഹല്ലേലൂയ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള തീക്ഷ്ണതയും കൊണ്ടാണ് ദൈവനെ ഉയർത്തുവാൻ. And we know that the only one reason hallelujah that God exalted David from the shepherd position to the kingship position, hallelujah, that's because of his zealous and hallelujah his enthusiasm in the presence of the Lord, and his heart was hallelujah fully concentrated on God, and he took initiative in worshiping the Lord. രാജാവായിട്ടും ദൈവത്തെ ആരാധിക്കാൻ ഹല്ലേലൂയ ഒരു മടിയും ദാവീദ് കാണിച്ചിരുന്നില്ല. David has no hesitation to worship the Lord even after he being a king. ആമേൻ. ഇന്ന് പകലും ദൈവത്തെ ആരാധിപ്പാൻ ഹല്ലേലൂയ പരിസരം മറന്ന് ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. And today also hallelujah God enable us to worship him hallelujah without looking each other. 17 സങ്കീർത്തനം 9 വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകൾ എന്നെ മറച്ചുകൊള്ളണം. Psalm 17 verse 9 says that hallelujah, God, you protect me under your wings, so the enemies who is surrounding us will not touch me. ആമേൻ. ജോഷുവ 2:4 നമ്മൾ കാണുന്നുണ്ട്, എരിഹോവിൽ ഹല്ലേലൂയ ഒറ്റ നോക്കാൻ കണം ഹല്ലേലൂയ സ്തോത്രം ആമേൻ കടന്നുപോയവരെ ആമേൻ രാഹാബ് ഹല്ലേലൂയ സ്തോത്രം ശത്രുക്കൾ പിടിക്കാതെ വണ്ണം അവിടെ ഒളിപ്പിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. In book of Joshua chapter 2 we can see the Rahab the prostitute, she hid the spies which Joshua sent hallelujah to look at the city of Jericho. Hallelujah, she protected them under the flaxes on her roof. ദൈവമക്കൾക്ക് പ്രാർത്ഥനയിലൂടെ അനേകരെ ഒളിപ്പിക്കാൻ കഴിയണം.
Yes, hallelujah. We are to hide people in our prayers. ആമേൻ. ജോഷുവ 2:16 കാണുന്നത് ആലിലെ തുടർന്ന് ആലിലെ തന്നെത്താൻ ഒളിക്കണം. Hallelujah. Joshua chapter 2 verse 16 says we need to hide ourselves also. രാഘവ് പറയാണ് നിങ്ങളെ അന്വേഷിക്കുന്നവർ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന് അവർ മടങ്ങിപ്പോകുന്നവരെ പർവ്വതത്തിൽ 3 ദിവസം ഒളിച്ചിരിക്കണമെന്നാണ് പറഞ്ഞത്. And Rahab told them, hallelujah, you better hide, hallelujah, on the mountain for 3 days so the people who are after you will not find you. ആമേൻ. മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നാം തന്നെ പ്രാർത്ഥനയിൽ ഉപവാസത്തിലും ഒളിപ്പിക്കേണ്ടത് ആവശ്യമാണ്. Yes, many people, there are other people may be praying for you, but you yourself have a responsibility to hide yourself, hallelujah, in prayer and fasting. ആമേൻ. ജെരമ്യാ 36:26 ദൈവം നമ്മൾ കാണുന്നു, ദൈവം ഹല്ലേലൂയ സ്വതന്ത്രം ബാരൂക്കിനെ യെരമ്യാ പ്രവാചകനെയും രാജകുമാരന്മാരുടെ കയ്യിലകപ്പെടാതെ ഒളിപ്പിക്കുന്നതായിട്ട് നമ്മൾ In വായിക്കുന്നു. Jeremiah 36:26 we can see the king commanded Jehoshaphat the son of Hamelech, the Seraiah son of Asriel, and did you say 36:26? Okay. To take Baruch the scribe and Jeremiah the prophet, but the Lord hid them. ശത്രുവിന്റെ കയ്യിലപ്പെടാതെ വണ്ണം ദൈവം ഒളിപ്പിക്കുന്നതുകൊണ്ടാണ് നാം എപ്പോഴും നമ്മളൊക്കെ ഇവിടെ ആയിരിക്കാൻ കാരണമായി. So God has been hiding us from the enemies. That's why we could survive and we can worship the Lord. ആമേൻ. ദൈവത്തിന്റെ നിത്യമായ ചെറുകനെ പറ്റി സ്വതന്ത്രം അവിടെ 5-ാമത്തെ സ്വതന്ത്രം പുറപ്പാട് ആമേൻ ചെറുകളുടെ 5-ാമത്തെ അനുഗ്രഹം പുറപ്പാട് പുസ്തകം 14:9 നാം കാണുന്നുണ്ട്. And Exodus 49 we can see the next blessing of the name of Jesus. പുറപ്പാട് പുസ്തകം 19:4. Exodus 14:4. And I will harden Pharaoh's heart, that he shall follow after them, and I'll be honored upon Pharaoh and upon all his host, that the Egyptians may know that I am the Lord. And they did so. ആമേൻ. ആവർത്തന പുസ്തകം 32:11 വായിക്കാം. 32:11, book of Deuteronomy. 32:11. As an eagle stirreth up her nest, fluttereth over her young, spreadeth abroad her wings, taketh them, beareth them on her wings. So the Lord alone did lead them, and there was no strange God with him. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്ന പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ വഹിച്ചു. As an eagle stirreth up her nest and fluttereth over her young, spreadeth abroad her wings, taketh them, beareth them on her wings. So the Lord alone did lead them, and there was no strange God with them. ആമേൻ. ദൈവത്തിന്റെ ചിറക് നമ്മെ വഹിക്കുന്ന ചിറകാണ്. And God's wings, it carries us. ആമേൻ. അവിടെ കാണുവാണ് കഴുകന്റെ കുഞ്ഞുങ്ങൾക്ക് ചിറക് വന്നു കഴിയുമ്പോൾ അവിടെ കൂട് അനക്കി ഇളക്കി കളയുന്നു. എന്നിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ ചിറകിലേറ്റി ഉയരത്തിലേക്ക് പറക്കുന്നതായിട്ട് കാണാം. And we can see the eaglets. Hallelujah. Yes, the eagle, the mother eagle, stirreth up her nest and fluttereth over her young, and spreadeth abroad her wings, taketh them and beareth them on her wings. ആ ചിറകുകൾ ഉയരത്തിൽ ചെന്ന് കഴിയുമ്പോൾ അത് അടക്കുകയും സ്വത്രം കുഞ്ഞുങ്ങൾ താഴെ പോകാൻ ഇടയായി തീരും. Again, she take them up and close the wings, and the eaglets they flow down, they falling down. ആമേൻ. ഈ കുഞ്ഞുങ്ങൾ കഴിയും കുഞ്ഞുങ്ങൾ അന്തരീക്ഷത്തിൽ ചിറകെട്ട് അടിച്ച് പറക്കുവാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം. Then the little eagles, yes, they want to fly themselves. എന്നാൽ താഴോട്ട് പോകുമ്പോൾ തള്ളക്കഴുകം വിരിക്കപ്പെട്ട ചിറകുമായി ചെന്ന് സ്വന്തം ചിറകുമേൽ അതിനെ വഹിക്കുന്നത് കാണും. But while the eaglets they are falling down before they hit the ground, this mother eagle come underneath and spread out her wings and let them carry these eaglets up high again. ഇങ്ങനെ പല പ്രാവശ്യം ചെയ്താണ് കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ പറക്കുവാൻ പഠിപ്പിക്കുന്നത്. Many times the mother eagle is doing this process, and that's how she is teaching the little eagles how to fly. ആമേൻ. ദൈവമക്കളെ, നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും കൂട് പൊളിച്ചതും ഇതുപോലുള്ള പറപ്പിക്കാൻ ആണ് കാര്യം മറന്നു പോകരുത്. Oh, children of God, don't forget that how God is helping you to fly high. ആമേൻ. പലപ്പോഴും നമ്മളുടെ ആമേൻ സ്വന്തക്കാരുടെയും സ്വന്തം ഭവനത്തിലൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടിട്ടുണ്ടാകാം. Many times they single you out, from your neighbors, from your relatives or your family members. ആമേൻ. രോഗത്തിലൂടെയും കഷ്ടത്തിലൂടെ കടന്നു പോയപ്പോൾ വിടുതല്ല എന്ന് ആമേൻ നമ്മൾ ചിന്തിച്ച സമയത്താണ് നമ്മുടെ അരുമനായ ക്രിസ്തു വിരിക്കപ്പെട്ട ചെറുകുമായി നമ്മെ വഹിക്കുവാൻ കടന്നു വന്നത്. Once you were afflicted with sickness, then you thought, oh my God, there is no way I can escape from these problems. Then here comes Jesus Christ, being the mother eagle,
go, hallelujah, with the spread her, hallelujah, his wings and sitting underneath and letting us carry us on his wings and taking us up again. ആമേൻ. അതുകൊണ്ടാണ് ദൈവമേ വായിച്ചുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുവാൻ, സന്തോഷത്തോടെ ആരാധിക്കുവാൻ നമുക്ക് ഇന്ന് പകൽ സമയം കഴിയുന്നത്. Because of that process, that's how, hallelujah, we could come, hallelujah, with our confidence. We can stand in the presence of the Lord and worship him. ആമേൻ. ദൈവത്തിന് നിത്യമായ ചിറകുള്ള ആറാമത്തെ അനുഗ്രഹമാണ് മലാക്കി ഹല്ലേലൂയ സ്തോത്രം 4:2 നാം കാണുന്നത്. And book of Malachi chapter 4 verse 2, hallelujah, there's another blessing from the, hallelujah, wings of Jesus Christ. Malachi 4:2, but unto you that fear my name shall the Son of Righteousness arise with the healing in his wings, and you shall go forth and grow up as calves out of the stall. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്ന എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗശാന്തിയോടുകൂടെ ഉദിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Unto you that fear my name shall the Son of Righteousness arise with healing in his wings, and you shall go forth and grow up as calves of the stall. ആമേൻ. നാം ദൈവത്തിന്റെ ചിറകുകളിലായിരിക്കുന്നതുകൊണ്ടാണ് ആരോഗ്യത്തോടെ ആയിരിക്കുന്നത്. We are sitting here, hallelujah, healthy because we are under the wings of Jesus Christ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന മൂലം നമ്മുടെ ശരീരത്തിനും നമ്മുടെ ദേശത്തിനും ഒക്കെയും വിടുതലായി തീരുവാനിടയായിത്തീരും. There's a deliverance and healing in our life and on our nation. Hallelujah. Once we come in the presence of the Lord and we worship in truth and spirit. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് നിത്യമായ ചിറകുള്ള ഏഴാമത്തെ അനുഗ്രഹമാണ് മാത്യു ചാപ്റ്റർ 23:37 നാം വായിക്കുന്നത്. Matthew 23:37 talks about the next blessing of the wings of Jesus Christ. Matthew 23:7. And greetings. No, Matthew 23:7. ആമേൻ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം എനിക്ക് മനസ്സിലായിരുന്നു. How often would I have gathered thy children together, even as a hen gathereth her chickens under her wings, and you would not. ആമേൻ. ദൈവത്തിന്റെ ചിറക് മറുതലിച്ചു പോകുന്നതിനെ മടക്കി കൊണ്ടുവരുവാൻ ആലെ കൂട്ടിച്ചേർക്കുവാൻ ആലലിയ പ്രയോജനമുള്ളതാണ്. And God's wings, they are the one gathering all of the backsliding people back to his house. ആലലിയ സ്വത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ നമ്മളോടുകൂടെ മുട്ടുമടക്കുവാൻ പലരുമില്ല എന്ന് തോന്നിയാലും ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, നിങ്ങളോടൊപ്പം മുട്ടുമടക്കുവാൻ ദൈവം ചിലതിനെ ഒരുക്കാൻ പോവുകയാണ്. And God says, hallelujah, in his spirit I'm telling you, even though you are not seeing anybody to worship with you, but in the coming days God is going to gather a lot of people to come and worship with you. ആമേൻ. സങ്കീർത്തനം Psalm 84:3 വായിക്കാം. Psalms 84:3. Yea, the sparrow has found an house, and a swallow a nest for herself, where she may lay her young, even thine altars, O Lord of hosts, my King and my God. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഹല്ലേലൂയ സ്തോത്രം. ഒരു വൃക്ഷത്തിന് രണ്ട് കൊമ്പുകളായി രണ്ട് കൂടുകൾ ഉണ്ട്. ഒന്ന് കുരുകിലിൻ്റെതും മറ്റൊന്ന് മേൽപക്ഷിയുടേതുമാണ്. It's like a tree has two branches, suppose, and there are two birds are hallelujah putting their nest upon each branch. One belongs to sparrow, other one belongs to swallow. ആമേൻ. കുരുകിലിന്റെ കൂട്ടിൽ കുഞ്ഞുങ്ങളില്ല. And the sparrow has no baby sparrows. ഇണയില്ല. കുരുകിൽ മാത്രമേ അവിടെയുള്ളൂ. There's only one sparrow. It has no other sparrow with him. മേൽപക്ഷിയുടെ കൂട്ടിൽ ഇണയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. But the swallow has a nest and for herself, and she has little swallows, and hallelujah, and she has other swallows with her. ആമേൻ. Psalm 102 ആമേൻ 7 ഹല്ലേലൂയ വാക്യത്തിൽ പറയുന്നു, ദാവീദ് പാടുന്നുണ്ട്, ഞാൻ വീട്ടിന്റെ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിലിനെ പോലെയാകും. Psalms 102:7 says, I am like a swallow, hallelujah, like a swallow sitting on my rooftop. ദൈവമക്കളെ, നിങ്ങൾ പലപ്പോഴും ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുവാൻ തനിച്ചായിരിക്കാം. You may be alone, hallelujah, nobody from your family coming with you. ആമേൻ. കുരുകിലിനെ പോലെ നിങ്ങളുടെ അവസ്ഥ ഹല്ലേലൂയ നിങ്ങളുടെ അവസ്ഥയെ മാറ്റി ദൈവം മേൽപക്ഷിയുടെ സമാനമാക്കി തീർക്കാൻ പോവുകയാണ്. You may be alone like a sparrow, but I am going to bring people with you like a swallow. ആമേൻ. ഹല്ലേലൂയ. ജോസഫിന്റെ സഹോദരന്മാർ ജോസഫിന് ഹല്ലേലൂയ അങ്കി ഹല്ലേലൂയ ഒരു ആട്ടിൻകുട്ടിയുടെ രക്തത്തിൽ മുക്കി അപ്പന്റെ അടുക്കൽ കൊടുത്തു അയച്ചു. എന്നിട്ട് പറഞ്ഞു, കാട്ടുമൃഗം ജോസഫിനെ കൊന്നുവന്ന്. We know about the story of Joseph. Hallelujah, his robe, hallelujah, his own brothers torn it apart and dipped it in the blood of him, hallelujah, and sheep, and hallelujah, then they took the robe, bloody robe, to his father and told the father, look what happened to your son's robe. Check it out whether it is your son's robe. And yes, he found out, and we found your robe. Looks like some wild animal torn him apart, and his father believed it.
ആമേൻ ആ അങ്കിയുടെ മുമ്പിൽ യോസഫ് ചലനമറ്റവനായി മാറി. Hallelujah. And hallelujah, by looking at the robe, I can see Joseph is dead and torn apart. ആമേൻ ഈ അങ്കി നോക്കിക്കഴിഞ്ഞാൽ കള്ളസാക്ഷ്യം പറയുന്ന അങ്കിയാണ്. And this robe is the hallelujah is witnessing as giving a false witness, a false report to his father. തുടർന്ന് നോക്കിക്കഴിഞ്ഞാൽ യോസഫ് മിസ്രയീമിൽ ചെല്ലുവാൻ തക്കനോടെയായി തീർന്നു. And we can see the line of Joseph even to Egypt. ആമേൻ താൻ വിശുദ്ധിക്ക് വേണ്ടി നിന്നുപോലെ യോസഫിന്റെ അങ്കി ഫത്തിഫറിന്റെ ഭാര്യയുടെ കയ്യിലായി. And now, because Joseph was standing for holiness, hallelujah, now Potiphar's wife is holding this robe, hallelujah, his cloth, and saying lie about Joseph. ആമേൻ ഇതും കള്ളസാക്ഷ്യം പറയുന്ന അങ്കിയാണ്. And this is another robe, hallelujah, talking a false witness about Joseph. ഇത് മൂലം അവൻ കുണ്ടറയിലായി. And now Joseph is in the jail because of this robe. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈജിപ്തിൽ ജോസഫ് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അവൻ കാണുന്ന രണ്ട് അങ്കികളാണ്. And now Joseph is in the, hallelujah, in the Egypt, and he once he sleep and wake up, he can see two robes. ഈ കള്ളസാക്ഷ്യം പറയുന്ന അങ്കി ആ ലലിയ സഹോദരങ്ങളുടെ മുമ്പിൽ യാക്കോബും ജോസഫും തളയ്ക്കപ്പെട്ടിരിക്കുന്നു. And now one robe which is giving false witness to the father, and the other one is a false witness to the Potiphar. ആമേൻ ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് പിശാച് കൈയൊട്ടിച്ചിരിക്കുക പറയുകയാണ് ഒരിക്കലും അപ്പനും അമ്മവും ഒന്നിച്ചു ചേരാൻ പോകുന്നില്ല എന്ന്. Now the devil is clapping his hands and jumping, rejoicing, saying, by holding this robe of false witness, saying, hallelujah, Joseph and his father will never see each other. ആമേൻ ഇതിന്റെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവ കള്ളസാക്ഷ്യം പറയുന്ന അങ്കി വലിച്ചു കയറി അപ്പനെയും മകനെയും ഗോശാന ദേശത്ത് വെച്ച് കുടുംബങ്ങളെ ഒന്നിച്ചാക്കുവാൻ തക്കനോടെയായി തീർന്നു. And but God took this robe of hallelujah, a false witness, and he torn it apart and he brought to Joseph in front of the father. ആമേൻ ഇതുപോലെ ദേശത്ത് കുടുംബ ബന്ധങ്ങളെ ചിതറിച്ച അവസ്ഥയിലായിരിക്കും ചിലതിനെ ദേശത്ത് വെച്ച് ആത്മാവ് അവസാനപ്പെടുത്തുവാൻ പോവുകയാണ്. Now God says God is going to bring your families, fathers to the sons and children to the parents, and all the people who are away from the family, they're going to come back and they're going to rejoice together. ആമേൻ കള്ളസാക്ഷ്യം പറയുന്ന അവസ്ഥകളുടെ മുമ്പിൽ തെറ്റിദ്ധാരണകളുടെ പേര് കുടുംബങ്ങളെ മുന്നോട്ട് പോകും പോലും കുടുംബങ്ങളെ മുഖത്തോട് മുഖം നോക്കാൻ കഴിയാതെ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ വിട്ടുപോകാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. Rebuke every powers of darkness which is separating family members from each other by because of the misunderstanding and the misinterpretation of the situations, and God is going to hallelujah join family members together. ആമേൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യോസഫിനെ പറ്റി കള്ളസാക്ഷ്യം പറഞ്ഞ സ്വന്തം സഹോദരങ്ങളാണ്. We can look at it and the false witness hallelujah about his robe hallelujah is given by his own brothers to the father. ആമേൻ യാക്കോബിന്റെ മുമ്പിൽ കള്ളാങ്കി കൊണ്ടുവന്നത് ആമേൻ സ്വന്തം മക്കളാണ്. And the same children hallelujah his own children taking the robe and telling Jacob that look what happened, and they are giving false witness by showing the robe to the father. ഇതുപോലുള്ള അനുഭവത്തിൽ കൊടുക്കണം അനേക കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. There are a lot of families hallelujah they are giving false witness to people surrounding us. ആമേൻ നമ്മളൊക്കെയും സ്വന്തം വിഷയങ്ങളായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നെങ്കിൽ അനേകരുടെ വിടുതൽ കണ്ട് സന്തോഷിക്കാൻ കാരണമായി തീരും. And many people going to rejoice in the presence of the Lord if you take their issues and bring it in the presence of the Lord and intercede for them, and you will see they will be set free and they will rejoicing by seeing the family members or the separated members together. ആമേൻ ഹല്ലേലൂയ. ആമേൻ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Let's come back to the verses we read. അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും. Because he set his love upon me, I'm going to deliver him. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. I'm going to lift him up, exalt him because he knows my name. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം He shall നൽകും. call upon me and I will answer him. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. I'll be with him in trouble. ഞാൻ അവനെ വിളിച്ച് മഹത്വപ്പെടുത്തും. I will deliver him and honor him. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി With വരുത്തും. long life I will satisfy him എൻ്റെ രക്ഷയെ ഞാൻ അവന് and കാണിച്ചു show കൊടുക്കും. him my salvation. ഹല്ലേലൂയ. സ്വതന്ത്രം കർത്താവിന്റെ കരങ്ങളിൽ ഹല്ലേലൂയ അവന്റെ ചിറകിൻ കീഴിൽ നമുക്ക് ശരണം പ്രാപിക്കാം. Let us put our trust under the wings of God Almighty. ആമേൻ. വ്യക്തമായ വിടുതൽ ഹല്ലേലൂയ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഭാരപ്പെടുന്ന എല്ലാ വിഷയങ്ങൾക്കും കർത്താവ് പകൽ സമയം ലഭിക്കേണ്ടതായ വിവരങ്ങളിലേക്ക് നമുക്ക് Let us സമർപ്പിക്കാം. surrender our life to Jesus Christ, so He going to deliver us, hallelujah, from all the fears and all the problems which we ശാരീരിക are facing. മാനസികമായ വിടുതലുകൾ ആവശ്യമുള്ളവരുണ്ട്. There are people who need the deliverance in their mind and body emotions. കുടുംബ ജീവിതത്തിൽ ഹല്ലേലൂയ വിടുതൽ There are people who need ആവശ്യമായിരിക്കുന്നവരുണ്ട്. deliverance in their family life. തലമുറയുടെ വിഷയത്തിൽ ഹല്ലേലൂയ വിടുതൽ ആവശ്യമായിരിക്കുന്നവരുണ്ട്. There are people who need the deliverance in their children. നമുക്ക് ആ ശരണമായ നമ്മുടെ കർത്താവിലേക്ക് ഈ പകൽ സമയം ആശ്രയിക്കാം. Let us trust in the wings of Jesus Christ. നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. വിശ്വസ്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, Our Heavenly Father, our trustworthy God. നിന്റെ നാമം അമ്മേ ഹല്ലേലൂയ